ഹലോ ഗൈസ്, ഞാനിന്നൊരു പ്ലാസ്റ്റിക് ഡിഷ് കിച്ചൺ റാക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് റാക്ക്, കണ്ടില്ലേ? ഇതെല്ലാം അതിൻ്റെ പാർട്സാണ്. 5 പാർട്സ് ഉണ്ട് നമുക്ക്. ഒന്ന് പിന്നെ പ്ലേറ്റ് ഹോൾഡർ ട്രേ ഉണ്ട്, പിന്നെ സൈഡ് പില്ലേഴ്സ് 2 ഉണ്ട്, ബോട്ടം ട്രേ ഉണ്ട്, വാട്ടർ കളക്റ്റിംഗ് ട്രേയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അന്നേരം ആദ്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം വാട്ടർ കളക്റ്റിംഗ് ട്രേ വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ 2 സൈഡ് പില്ലേഴ്സ് ഫിറ്റ് ചെയ്യണം. സൈഡ് പില്ലേഴ്സ് ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഈസി ആയിട്ട്. അത്രയും ചെറിയ പണിയായില്ലും. അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മേലെ പ്ലേറ്റ് ഹോൾഡർ ട്രേ ഇല്ലേ, അത് എടുത്തിട്ട് ഫിറ്റ് ചെയ്യണം. അന്നേരം പ്ലേറ്റ് ഹോൾഡർ ട്രേയും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെരി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ട്രേ ആണ് കേട്ടോ. 450 താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഓഫറിൽ വരുമ്പോൾ അതിലും കുറയും. ഓഫറിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഫർ വരുമ്പോൾ നോക്കിയിട്ട് വാങ്ങാം. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് കളർ മങ്ങിപ്പോവോ നിറം മങ്ങിപ്പോവോ അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ലോക്കൽ പ്ലാസ്റ്റിക് എന്നല്ല, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതാ പ്ലേറ്റെല്ലാം ഈ ട്രേയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ സ്പൂൺസും വേണമെങ്കിൽ സ്പൂണും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അടിയിൽ വേണമെങ്കിൽ വലിയ വലിയ പാത്രങ്ങൾ, പിന്നെ ഇത് ഗ്ലാസ്, കപ്പ് ഇതൊക്കെ വെക്കാം. ഇതിൻ്റെ എല്ലാം വെള്ളം നമ്മൾ ഊറിയിട്ട് താഴെയില്ല ആ വൈറ്റ് കളറിലെ വാട്ടർ കളക്റ്റിംഗ് ട്രേയിൽ പോയി നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം അങ്ങനെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് വെള്ളം താഴെ നിന്ന് എടുത്ത് കളയാൻ പറ്റും. പിന്നെ ഈ കത്തി ഞാൻ വെച്ച പോലെയൊന്നും ആരും വെക്കണ്ട, ഇങ്ങനെ വെക്കാൻ പാടില്ല. കത്തി എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ആയുധമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2-3 ആൾ നിൽക്കുന്ന വീടൊക്കെ ആകുമ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റിലും കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റിയൊരു സാധനമാണ്. നല്ലൊരു റാക്കാണ്, നല്ലൊരു കിച്ചൺ റാക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇല്ലു. ഇതാണ് ഞാനിതാ സൂം ചെയ്ത് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു സ്റ്റാൻഡിന്. അതുകൊണ്ടാണ് എനിക്ക് ഫുള്ളായിട്ട് അത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനത് ഇന്ന് ഫുൾ നാക്കുളുക്കലാണ്, ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടത് മാത്രം പോരാ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പം പുതിയൊരു യൂട്യൂബറാണ്. എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ ബൈ.